ഹേ ഗായ്സ് വെൽക്കം. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും ചേച്ചി ഇവിടെ നിന്ന് പുറത്ത് പോകാം കേട്ടോ. ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ദേ ബസ്സിലൊക്കെ കയറിയിട്ട് പോവാം കേട്ടോ. കൊല്ലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി കൊല്ലത്തെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊല്ലത്ത് ബഡാ ബസാറിലോട്ടാട്ടോ പോകുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് ഞാൻ. കാര്യം ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, ഭയങ്കര അഫോർഡബിളും ആണ്. അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് പല പല കടകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും ഫുൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ അടിപൊളി ലൈറ്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരുന്നതാണ്. അവിടെ വന്നിട്ട് എനിക്ക് എന്തെടുക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ കൈ കിട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാരിപ്പറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ അവിടെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ നല്ലപോലെ തിരഞ്ഞു പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചേച്ചി ഒരു ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നോക്കി ഒരു 1-2 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി പിന്നെ കുറേ സാധനങ്ങളുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 പാത്രമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ക്രിസ്മസിനധികം വലിയ സാധനങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ പോയത് ഒരു ഗിഫ്റ്റ് സെക്ഷനിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കങ്ങ് എല്ലാം പറക്കിക്കൊണ്ട് വരാൻ തോന്നി ഗൈസ്. കാര്യം നല്ല രസമുണ്ടായിരുന്നു അവിടെ ലൈറ്റ്സൊക്കെ ആയിട്ട്. പിന്നെ ഇതേപോലെ അങ്ങനെ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അവിടെ ഇതേപോലെ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയായിരുന്നു ഗൈസ് കാണാനായിട്ട്. നമ്മളിങ്ങനെ ഒരു ഗ്രീൻ കളർ ഗ്രാസ് പോലത്തെ സംഭവമില്ലേ, അത് വെച്ചാട്ടോ ഒരു പുൽക്കൂട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വലിയൊരു പുൽക്കൂടായിരുന്നേ. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി നിന്നു. അവിടെ നിന്ന് കുറേ സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർ ഒന്നും വാങ്ങിച്ചില്ല ഗൈസ്, കാര്യം അതൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാമെന്ന് പറഞ്ഞ് പോയതാണെങ്കിലും വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാരിയിട്ടാണ് വന്നത് വീട്ടിൽ. അങ്ങനെ നമ്മളിതേ ബില്ലൊക്കെ അടിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിലാട്ടോ പോകുന്നത്. അവിടെ നമ്മളിത് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഇത് നമ്മുടെ ഇവിടെ അമ്പലത്തിൻ്റെ ഒരു കവാടാട്ടോ. അങ്ങനെ അവിടെ നമ്മളിത് ഓട്ടോ ഒക്കെ വിളിച്ച് വീട്ടിലോട്ട് പോകട്ടോ. അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.